ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8:30 ഫിൻലാൻഡിലെ യാമിയറിബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ മൈനസ് അല്ല, +1 മഴയൊന്നുമില്ല. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി നമുക്ക് ഈ സൂര്യൻ ഇങ്ങനെ വെളിയിൽ വരുമെന്ന് തോന്നുന്നു. ഉറക്കം എണീറ്റിട്ടേ സൂര്യനൊക്കെ ഇങ്ങനെ പുറത്ത് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ നാട്ടിൽ ഇലക്ഷൻ്റെ തിരക്കുകളാണ്, പര്യടനം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ LDF സ്ഥാനാർത്ഥികളെ കുറിച്ച് പഴയ കാലത്തുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൊലയാളിയാണ്, അവൻ ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, മറ്റത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസ്റ്റുകളും ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, തെറ്റ് ചെയ്യാത്തവരാരുണ്ട് കുട്ടി ഈ ലോകത്ത്? തെറ്റ് ചെയ്യാത്തവർ അവരെ കുറ്റം പറയട്ടെ, അതല്ലേ നല്ലത്. അപ്പം ആവശ്യമില്ലാതെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥികളുടെ ഇല്ലായ്മ ചെയ്യാൻ നോക്കണ്ട. പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്, നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുള്ള നേതാക്കളെ തന്നെയാണ് LDF സർക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ജനങ്ങൾ 2 കൈനീട്ടി സ്വീകരിച്ചു. അതിൻ്റെ ഈ പ്രകടനവും പര്യടനവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം മേഖല, കോവളം നിയോജക മണ്ഡലം മേഖല കോൺഗ്രസ് വിൽസൻ്റാണ്. ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് വിൽസൻ്റ്. പുള്ളിക്കാരനെ കുറിച്ച് കുറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല. എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കണം. എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ട് വേണം ഇനി നമ്മളെ ടീമിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയാം. കാര്യം പന്ന്യൻ രവീന്ദ്രൻ സാറിനെ ജയിപ്പിച്ചെടുത്ത സ്ഥലമാണ് അവിടെ.